വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നു. ഞാനിപ്പം മറ്റേ ചെറിയ വീട്ടിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഓൾമോസ്റ്റ് കുറച്ച് സാധനം അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ പോകുന്നതിന് മുമ്പ് എനിക്ക് ഒരു സെറോക്സ് കോപ്പി എടുത്ത് ഒരു കുറച്ച് എഗ്രിമെൻ്റ് ഒപ്പിട്ട് കൊടുക്കണം. ഞാൻ മറ്റേ ആ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നു. അതിൻ്റെ റൈറ്റ്സ് ഞാൻ ആ ഡയറക്ടറിന് തന്നെ കൊടുക്കുകയാണ്. ഞാൻ എന്തായാലും ഇവിടെ സ്ഥലത്ത് കാണത്തില്ല. അപ്പോൾ അവൻ തന്നെ അത് ആ സോങ് വിൽക്കുകയൊക്കെയാണ് ഒരു കമ്പനിക്ക്. അപ്പം ആ രീതി പോകുന്നതുകൊണ്ട് അതിൻ്റെ പുറകെ എനിക്ക് തൂങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ റൈറ്റ്സ് അവൻ എഴുതി കൊടുക്കുകയാണ്. അപ്പം എന്തായാലും പോവാം. ഞാൻ കാർ റോഡെ പാർക്ക് ചെയ്തിരിക്കുമായിരുന്നു. മറ്റേ ആ പെട്ടി വണ്ടിയൊക്കെ കയറി വന്നായിരുന്നു സാധനമൊക്കെ പറക്കാൻ. അപ്പോൾ ഇവിടെ മൂലക്കൊണ്ടിട്ട്. അപ്പോൾ ഇതാണ് ആ ഡോക്യുമെന്റ്. നോ ഒബ്ജെക്ഷൻ ടു മിസ്റ്റർ കിരൺ കുമാർ നെഗോഷിയേറ്റിംഗ് ഫൈനലൈസിംഗ് എക്സിക്യൂട്ടിംഗ് അഗ്രിമെന്റ്സ് ബ്ലാ ബ്ലാ ബ്ലാ. അപ്പോൾ ഇത് ഒപ്പിട്ട് കൊടുക്കണം. സൈൻ ചെയ്ത് ഞാൻ കൊടുത്ത്. ഇനി നമുക്ക് മറ്റേ ഹോണ്ടഡ് ഹൗസിന്റെ വീഡിയോ ചെയ്യണ്ടേ എന്നുള്ളൊരു ഡൗട്ടും കൂടി ഉണ്ട്. എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അവിടെ ലീഗൽ ഇഷ്യൂ ഇല്ല. സത്യം പറഞ്ഞാൽ അവിടെ ആരുടെയും പ്രോപ്പർട്ടി അല്ല, വേണമെങ്കിൽ ചെയ്യാം. ഒരു ഡൗട്ട് അവസാനം ഇത് പണിയായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടും വേറെ ആരും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ലോക്കൽസിന് വലിയ ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ചില ലോക്കൽസ് ഓക്കെയാണ്, ചില ലോക്കൽസിന് പെട്ടെന്ന് ഇവിടെ സ്ഥലം കാലിയായിരിക്കും. ഇവിടെ നിങ്ങൾ എന്തിനാ വന്നതെന്നും പറഞ്ഞു ബസ് ഇറങ്ങിയപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ അടുത്ത ബസ്സിൽ കയറിക്കൊന്നായിരുന്നു. മനസ്സിലാക്കാം. എന്നാലും അവരുടെ വീട്ടിൽ ഞാൻ പബ്ലിക് പ്ലേസിലല്ലേ വന്നത്. എന്റെ വീടിന്റെ സൈഡിൽ ഫുൾ മതിൽ തേച്ചല്ല. പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രസ്. എന്റെ ബാഗ് ഇവിടെ വന്നായിരുന്നു. ഈ ബാഗിനകത്തുള്ള സാധനങ്ങൾ ഇപ്പോഴും എനിക്ക് അവിടെ ആവശ്യമുണ്ട്. മറ്റേ വീട്ടിൽ മാറുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. ഈ പഴന്ത ഇപ്പോഴും അവിടെ ഇവിടെ ഇരിക്കുന്നത്. ഈ ഒരു ചെറിയ വീട്ടിൽ ഇത്ര പണി, മതിൽ തേച്ച് ഇത് ഇതിനെക്കാട്ടും നല്ല ഞാൻ പുതിയ വീട് വെച്ചാൽ മതി തോന്നുന്നു. അപ്പോൾ ഈ വീട് ഓരോ ദിവസം വരുന്നതോറും ഇത്ര മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പുതിയ സംഭവങ്ങളൊക്കെ ഇട്ട് ഷീറ്റൊക്കെ പൊക്കത്തോട് വലിച്ചു കയറ്റി കേട്ടാ. ഇവിടുന്ന് ഇത്രയും ഷീറ്റ് വലിച്ചിട്ടിരിക്കുന്നു. അവിടെ ആ സാധനം ഒരു ഷെഡും ഉണ്ടാക്കി. അതങ്ങനെ അല്ലായിരുന്നല്ലോ, തുറന്നു കിടക്കുമായിരുന്നു. ബോയ്സ് എത്ര രൂപ ഈ വീടിന് വേണ്ടി മുടക്കി അത്രയും പൈസ കൊണ്ട് ഒരു പുതിയ വീട് തന്നെ പണിയാം. ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫുൾ മതിൽ തേച്ച്. കൊള്ളാം. മതിൽ ഫുള്ളും തേച്ച് കൊള്ളാല്ലേ. ഇതെന്താണ് എക്സ്ട്രാ പടിക്ക് വേണ്ടി താഴത്ത് കുഴിച്ചതാണ്. ഞാൻ താഴത്തോടെ ഇറങ്ങിപ്പോകാനാണ്, അല്ലെങ്കിൽ എന്തിനും ഇവിടെ പക്ഷേ എനിക്ക് മനസ്സിലാവില്ല എന്ന് താത്തി. ഓ ഓ ഓ ഓ ഓ ഓ ഇത് സീലിങ്ങിന്റെ ഹൈറ്റ് കൂടി വെള്ള പെയിന്റ് അടിച്ച് വീട്ടില്. ഇത് മഞ്ഞ കളറിലാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. ഞാൻ വരും തോറും വീട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചിലപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി വന്നു കഴിയുമ്പോൾ വീട് ഫുള്ളും ഹോട്ടൽ കണക്കാവല്ലാമേ. അങ്ങനെ പറയാതമ്മേ. ഇത് വീട്ടില് ഇത്ര അല്ല, ഈ വെള്ള പെയിന്റ് ഒക്കെ എന്തിനു അടിച്ചു കയറ്റി? അന്നും പറഞ്ഞ നേരത്തെ മഞ്ഞയായിരുന്നല്ലോ, എക്സ്ട്രാ ചിലവില്ല. അതിനെക്കാട്ടി പുതിയ വീട് ഉണ്ടാക്കിയാ പോരെ. പുതിയ വീടിന് പോട്ടെ വന്നാലും ആ പഴയത് അതിനെ വൃത്തിയാക്കാന്നേ ധരിച്ചുള്ളൂ. ഇത് ഇത്ര വൃത്തികേടാവും ധരിച്ചില്ല. ഇതിപ്പം സീലിങ്ങിന്റെ ഹൈറ്റ് കൂട്ടി പുതിയൊരു ഫാൻ. ഈ ഫാൻ ചെറിയ ഫാൻ വർക്ക് ചെയ്യുമോ ഇതൊക്കെ? റിമോട്ടാ ഇതെന്ത്? ഓ റിമോട്ട് വെച്ചൊക്കെ ഉള്ള ഫാനെ ഉപയോഗിക്കൂ. ഇതിനകത്ത് വേറെ LED എന്നൊക്കെ എഴുതിയിരിക്കുന്നല്ലേ. ഓ അത് ലൈറ്റ് കത്തുന്നു. ഓ ദൈവമേ, ഈ വീട് താങ്ങും അമ്മ ഇതൊക്കെ? താങ്ങുവാ ഈ വീട്? ആണാ? ദോഫാക്കുന്ന എങ്ങനെയാ? സീലിങ്ങിന്റെ കളറ് അന്ന് നമ്മൾ സംസാരിച്ചപ്പോ കാണിച്ചല്ലേ, അത് തന്നെ ഇത്. ഇവിടെ എന്റെ റൂം മാറ്റിയല്ലേ. എന്റെ റൂമിൽ 2 ട്യൂബ് ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെയും ഫാൻ ഇത് തന്നെയാ. അടുത്ത റിമോട്ട് വേണ? ഒരെണ്ണം തന്നെ പോരെ? ഒരെണ്ണം തന്നെ പോരെ? മതിയമ്മ നോക്കട്ടെ, ഇന്ന് വെച്ച് ഓഫ് ആവാൻ നോക്കട്ടെ. ലൈറ്റ് ഓഫ് ആവുക കണ്ട? ഒരെണ്ണം മതി. ഒരെണ്ണം വെച്ച് തന്നെ ഓഫ് ചെയ്യാ. 2 റിമോട്ട്. അത് പിന്നെ ഒരു വീട്ടില് 10 ഫാൻ സെയിം മേടിച്ചു കഴിഞ്ഞാൽ ഒരു 10 റിമോട്ട് വെച്ച് ഇരിക്കുക. ഓ ഈ റൂം ഒടുക്കത്തെ വലുതായതുകൊണ്ട് കുറച്ചുകൂടി വീതി കൂട്ടിയതാണല്ലേ. ഓ ഇതിൽ കൂടുതൽ സ്പേസ് ഇവിടെ നിന്ന് ഇത് ഒരു കട്ടിന്റെ വീതി ഉള്ളല്ലേ. ഇത് 6 അടിയല്ലേ ഇത്? എന്ത് ഷെൽഫ് എടുത്ത്? ഓ അവിടെ നല്ല ചാരി വെച്ചിരിക്കുന്നത്. പിന്നെ അതാ മണ്ണിട്ടിട്ടായിരിക്കും, ഇത് മെറ്റലിട്ടിട്ടായിപ്പ. ഇത് അടയുന്നില്ലേ?
ചെയ്യാൻ മതി. ഇതിലോട്ട് ഇതിൻ്റെ അടിയിൽ കയറി കിടക്കുന്ന കണ്ടില്ല, അത് മാറ്റി. ഇവിടെ മറ്റേ മെറ്റലിട്ട് പൊക്കുന്ന എന്തിനാ? മഴ പെയ്യുമ്പോ അങ്ങോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടി. ഇത് എക്സ്ട്രാ സാധനം വെക്കാനാണോ അല്ലെങ്കിൽ വണ്ടി വെക്കാനോ? സാധനം വെക്കാം. എന്റെ പൊന്നോ, സാധനം ഈ വീട്ടിൽ നാട്ടിലൊക്കെ വിടുന്നുണ്ട്. ഓ, അപ്പൊ വണ്ടിയൊക്കെ ഇതിന്റെ താഴെ വെക്കാൻ വേണ്ടിയാണല്ലോ ഇത് വെക്കുക. പട്ടാളത്തിൽ ജീവിച്ച് വണ്ടി ഇവിടെ ഈ ഷീറ്റ് താഴത്ത് പിന്നെ എല്ലാം സെറ്റപ്പാ. പിന്നെ അത് 3-4 ലക്ഷം രൂപയും എടുത്തിട്ടുണ്ടല്ലോ. 3-5 ലക്ഷം രൂപയും എടുത്തിട്ടുണ്ടല്ലോ. RBയിൽ എന്റെ ആരെങ്കിലും ഇരിക്കുന്ന ഒരു 6 ലക്ഷം പിന്നിട്ട് ബാക്കി കിടക്കുകയാണല്ലേ. ഹമ്പൊക്കെ ഇടാൻ വേറെ കിടക്കുന്നത്. RBയിൽ ആരെങ്കിലും ഉണ്ടാമേ? ആർമിയിലുണ്ടെങ്കിലും ആർമിയിലല്ല, RBIയിൽ. ആർബിഐയിലൊന്നും വേണ്ട. റിസർവ് ബാങ്കിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാരൊന്നും ഇല്ല. ഞാൻ ഇന്ന് ഇവിടെ വെള്ളം ചോറുന്ന സമയത്ത് വന്നതാ. ഈ റൂം മാറിയ ഒരു റിമോട്ട് മതി. ഇവിടെ വർക്ക് ചെയ്യുന്നു, ഇവിടെയും വർക്ക് ചെയ്യും. 3 റിമോട്ട് വേണ്ടത്, ഈ റിമോട്ട് മതി. കണ്ടാ ഓണാന്ന് കണ്ട, എല്ലാത്തിനും ഒരു റിമോട്ടാ. 3 റിമോട്ട് ഉണ്ടെന്ന് കിടക്കാൻ. അത് കുഴപ്പമില്ല, അമ്മയ്ക്ക് ഏതായാലും മാറി മാറി ഉപയോഗിച്ചാൽ മതി. ഊട്ടയൊക്കെ ഉണ്ടല്ലോ അമ്മേനകത്ത്. ഞാനല്ല, അമ്മയല്ലേ ആക്കിയത്. ഇയാളല്ലേ പറഞ്ഞത് കളയണ്ട, നമുക്ക് കൊച്ചുകൂട്ടിലോട്ട് മാറാന്ന്. ഞാൻ അന്നേ ഇത് എനിക്കറിയാം, അതുകൊണ്ട് മാറണ്ടെന്ന് ഞാൻ പറഞ്ഞു. പുതിയ വീടിന്റെ ചെലവ് കൂടി വരികയാണ് കേട്ടാ. ഇത് അത് ഞാൻ ഓഫാക്കിയതാണ്. ഓ, എന്ത് ഇവിടെ പ്ലഗ് പോയിന്റ് ഒക്കെ ഇട്ടിരിക്കുന്നത്? ചെറിയ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടോ? അത് സോളാർ ഇൻവെർട്ടർ, അതറിയാവാ. 4 കട്ടിലുണ്ട്. 4 കട്ടിൽ എവിടെ വെക്കാനാ? ഇപ്പൊ കുറച്ച് സാധനം കൊണ്ടുവന്നല്ലേ ഇവിടെ. ഈ കുറച്ച് സാധനം കൊണ്ടുവന്നപ്പോ തന്നെ ഈ റൂമിൽ ഓൾമോസ്റ്റ് എല്ലാം നിറഞ്ഞ്. ഇനി പിന്നെ അതെവിടെ എടുത്ത് വെക്കാനാ? കിണ്ടി പോവും എല്ലാം കൂടെ. എനിക്ക് അവ പിന്നെ AC-ക്കുള്ളതും പോയിന്റ് വെച്ചാ. ഓ, AC-ക്കുള്ള പോയിന്റ് വെച്ചല്ലേ ഇത്. അപ്പൊ പിന്നെ ഈ ചെറിയ വീടിന് 2 AC-ഒക്കെ ആവുമ്പോ ഫുള്ളും തണുത്ത് വിറയ്ക്കുമല്ലേ. ഇവിടെ AC ഇല്ലല്ലേ. കമ്പ്യൂട്ടർ വെക്കുന്നത് ഇവിടെ വെക്കാം താഴെ. ഇതിന്റെ പുറകിൽ ഈ ഷെൽഫേ വെച്ചിട്ടുണ്ട്. ഇത് പ്ലഗ് എവിടെ? AC-ക്ക് പ്ലഗ് അവിടെ പുറത്ത് ഷെൽഫേ. AC-ക്ക് ഇതെവിടെ? ഈ ബുദ്ധി വരെ പ്രവർത്തിച്ച്. ആ, ഓക്കെ. പ്രവർത്തിച്ചത് അല്ല, അപ്പൊ ഈ റൂമിൽ AC-യുടെ പ്ലഗ് എവിടെ? AC-യുടെ പ്ലഗ് പുറത്തല്ല, ഇവിടെ അകത്തല്ലേ കുത്തുന്ന. അപ്പുറത്തെ പറമ്പിൽ പോകണമെന്നു. അമ്മ എന്ത് പറയുന്നു? ഇവിടെ കാണാൻ പറ്റത്തില്ല, അപ്പുറത്തെ പറമ്പിൽ പോകേണ്ടി വരും. ഏത്? ഇവിടുന്ന് മേളിലാ, ഇവിടുത്തെ സൈഡ് ഒന്നും കാണുന്നില്ല. ഓ, ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കണ. ഇതെന്താ ഇത്? വെള്ളം പോകാനുള്ള സംഭവമൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു. അമ്മയായിട്ട് ഈ സാധനത്തിനൊക്കെ പിന്നെ ഇതൊക്കെ പിടിപ്പിച്ചില്ല അമ്മ? എല്ലാത്തിനും പിടിപ്പിച്ചു. വെള്ളം സാധനമൊക്കെ ശകലം ചിലപ്പോ വെള്ളം അപ്പുറത്തോട്ട് വീഴാൻ ചാൻസ്. അപ്പൊ ഫുള്ള് അങ്ങോട്ട് കവർ ചെയ്ത് വെച്ചു. മനസ്സിലാവുന്നുണ്ട്. AC ഇവിടെ കൊണ്ട് റിലീ ചെയ്യണ്ടേ? ഇത് റേസ് റിലീ ചെയ്യാൻ 2 AC. അപ്പം വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റേ AC-ക്കാരെ വിളിക്കണേ, അവരോട് ചാർജ് ചെയ്തു. റീലൊക്കേഷൻ കിട്ടണമെങ്കിൽ AC-ക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. 2 AC-ക്ക് 2 എണ്ണം അല്ലേ? 2 ചാർജ് അല്ലേ? രണ്ടിനും കൂടെ 3500 ആകും പറഞ്ഞു. രണ്ടിനും കൂടി 3500. അപ്പൊ AC-ക്കാരനോട് ചോദ്യം എത്ര രൂപ വേണമെന്ന് അതനുസരിച്ച് ചെയ്യും. എന്നിട്ട് ഇവിടെ അടുക്കളക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അടുക്കളക്ക് ഒരു വ്യത്യാസം ഇല്ലല്ലോ. അടുക്കള അങ്ങനെ തന്നെ പെയിന്റ് അടിച്ചെന്നേ ഉള്ളൂ. അല്ല, അടുക്കളക്ക് ഒരു വ്യത്യാസം ഇല്ലല്ലോ. മാത്രം അങ്ങനെ തന്നെ ഉണ്ട്. എല്ലാ സംഭവം ഇതിന്റെ ബൾബ് മാറ്റണം, അതെല്ലാം വെട്ടിക്കളഞ്ഞു. ഏത്? മറ്റേ ഇതിലെല്ലാം ആ സംഭവങ്ങളൊക്കെ മാറ്റി, അതെല്ലാം മാറ്റി. ഷവർ മാറ്റി, എല്ലാം മാറ്റി ചെയ്തപ്പോ അതെല്ലാം വൃത്തിയായിട്ട് ചെയ്തു. ഈ പൈസയൊക്കെയാ? ആ പൈസയൊക്കെ എല്ലാം തീർന്ന ചുമ്മാതെ നടക്കുന്നത്. ഇതെല്ലാം വെറുതെ നടക്കുന്നൊന്നുമില്ല. അടുക്കള ഒരു സ്പെഷ്യൽ സാധനം കാണിച്ചിരുന്നു. ഇത് പുറത്തോട്ട് എങ്ങനെയാ പോകുന്നത്? പുറത്തോട്ട് എങ്ങനെയാ പോകുന്നത്? അല്ല, പുറത്തോട്ട് എങ്ങനെയാ പോകുന്നത്? കുറച്ച് കുനിയണം. അത് മാത്രം കുഴപ്പമുണ്ട്. ഇത് അമ്മ തേച്ച് ഇതിങ്ങനെ ആക്കി. ഇതൊക്കെ തേച്ച് വളരെ ബുദ്ധിമുട്ട്. ഇതിന്റെ ഹൈറ്റ് നോക്കിയല്ലേ? എല്ലാത്തിനും ഹൈറ്റ് കൂട്ടി, എല്ലാ റൂമിലും ട്യൂബാക്കി. കുറച്ചുകൂടി അങ്കിളാണ് എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ട്.
കൂടെ നിന്ന്. അങ്കിൾ ഇവിടെ പണിക്ക് വന്നിട്ട് പണി വേറെ മാറി പോണ്ടി വന്നില്ല. അതിനൊപ്പം തന്നെ ഒട്ടും പോരാ. രണ്ടുപേരും ആ പൂപ്പൻ എന്തുകൊണ്ട് ഇവിടെ വന്ന് അന്നോട്ട് പണി തീർന്നിട്ടില്ല. പണി അന്നോട്ട് പണി. ഡെയിലി പണി മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ വീട്ടിൽ പണി തീരാറില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇനി പണി തീർന്നപ്പോ നടക്കാനല്ല പുറകില് വെള്ളം അത് മാറ്റി ഇവിടെ പണിയിപ്പിച്ച. ഇത് അതിന്റെ പൊക്കത്തല്ലായിരുന്നു മറ്റേ അവിടെ. ഈ ചെറിയ വീടിന് ഇത്ര പണിയുണ്ടെങ്കിൽ വലിയ വീടൊക്കെ ആവുമ്പോ എന്തായിരിക്കും വലിയ വീടിന്. ഇവനെ കൊണ്ട് തള്ളിയിട്ടിരിക്കുന്നു. ആ സമയം ഒരു ഷീറ്റ് കൂടെ അവിടെ വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അത് വെറുതെ ഇവിടെ വേസ്റ്റ് ആയിട്ട് തള്ളിയിട്ടിരിക്കുന്നു. ഇത്ര ഷീറ്റ് ആക്കിയില്ല, ഇനി ഷീറ്റ് ഇടണ്ട, ഇനി സ്ഥലമില്ല ഇവിടെ. ഇവിടെ ഹൈറ്റ് കൂട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഇങ്ങനെ എനിക്ക് അപ്പുറത്ത് കാണാൻ പറ്റുമായിരുന്നു, എനിക്ക് കിണ്ടി കാണുന്നില്ല. ഫുള്ളും ചെലവ് മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. ഈ വീട്ടിൽ തീരുമ്പോ പണി എടുത്തോണ്ടിരിക്കുമ്പോ 1 ലക്ഷം ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് വീട് എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറയുക കേട്ടോ. എനിക്ക് നല്ല വീട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഹോംലി വൈബ് ഉണ്ട് ചെറുതായതുകൊണ്ട്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ എവിടെ വരും എന്നുള്ള ചെറിയ മെയിൻ ഡൗട്ട് മാത്രമേ എനിക്കുള്ളൂ. എന്നെ തന്നെ കുറേ എൻ്റെ ആ കമ്പ്യൂട്ടർ തന്നെ അതിനകത്ത് കയറുമോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. എൻ്റെ 6 അടിയുടെ ടേബിളുണ്ട്, ചിലപ്പോൾ കയറില്ല. അവിടെ എക്സ്ട്രാ ലൈറ്റ്, എക്സ്ട്രാ അഡീഷൻസ് ഒക്കെ ആണല്ലോ ഇവിടെ. ഇത് പെർമനൻ്റ് ആണ് അവിടെ, അല്ല ടെമ്പററി വെച്ചിരിക്കുകയാണ്. ടെമ്പററി ഒന്നുമല്ല, പെർമനൻ്റ്. ഈ വീട്ടിലിപ്പോൾ സർപ്രൈസിൻ്റെ ഒക്കെ സർപ്രൈസ് ആണല്ലോ എനിക്ക്. ഇതെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് ഗ്യാസിനെല്ലാം പുറത്ത് കണക്ഷൻ ആക്കിയതേ ഇല്ല. ഓ ഈ ഇവിടെ വെള്ളമണ്ണൊക്കെ ഉണ്ടായിരുന്നു കാലത്ത്. ഞാൻ ഓർത്ത് ഫുൾ പൂഴിയാണ്. കുഴി ചടിന്ന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ചാടി കഴിഞ്ഞാൽ തിരിച്ച് പിന്നെ ഇറങ്ങാൻ പറ്റും. ഫുള്ളും പൂഴിയാവും. അകത്തോട്ട് ചാടും ഞാൻ. പുറത്തോട്ട് ഇറങ്ങുന്ന ടാസ്ക് ഒന്നും ഇല്ല എനിക്കങ്ങനെ. ഞാൻ ഫുള്ളി അത്ലറ്റിക് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ടെൻഷൻ ഇല്ല. പൂഴിയായി പോകുന്ന എന്നെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഓടുന്നു നോക്കി. പറയൂ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ലേ? ഇവൻ പറഞ്ഞു തന്നാ? എനിക്ക് തോന്നി. എല്ലാ വീഡിയോസും കാണും. പിന്നെ എവിടെ? തമിഴ്നാട്. തമിഴ്നാട് വീഡിയോ കണ്ടായിരുന്നു, കൊള്ളായിരുന്നത്. നീ അങ്ങനത്തെ വീഡിയോ ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ കേരളത്തിൽ. അതെ, എല്ലാവർക്കും ഇങ്ങനെ ഫാമിലി വ്ലോഗിങ് കണ്ടിരിക്കുക, വേറെ പണിയില്ലല്ലേ. നമ്മൾ വെറൈറ്റി പിടിക്കണം. ഞാൻ ബീഹാറിലൊക്കെ ചെയ്യാൻ തിരിച്ച് ജീവനോടെ വന്നാൽ നമുക്ക് നോക്കാം. അത്ര ഉള്ളു. കസേര വീട്ടിൽ ഇരിപ്പുണ്ട്, ആരും പൊക്കുന്നില്ല ഇതുവരെയായിട്ട്. അയ്യോ എനിക്ക് വയ്യ. ബൈസെപ്സ് കുറച്ചുകൂടി വരണം. ഫുഡൊന്നും കഴിക്കുന്നില്ലേ? ഇവരെ എനിക്ക് പരിചയമില്ല, ഇവന്മാർക്ക് എന്നെ പരിചയമുണ്ട്. അച്ഛന്റെ അമ്മയുടെ കടയില്ല റോഡ് വെക്ക്. ചോദിച്ചായിരുന്നു. അപ്പൊ ചേട്ടാ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ വന്ന് വിളിച്ചായിരുന്നു. ഇല്ലേ? കൊള്ളാം. ഞാൻ വല്ലപ്പോഴേ കാണത്തുള്ളൂ. ഞാൻ ഇന്നലെ ഇല്ലായിരുന്നു, ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. ചലഞ്ചിന് മറ്റേ ഒരു ബോണക്കാട് ബംഗ്ലാവില്ലേ അവിടെ, അറിയാമോ? അവിടെ ഒരു ഹൊററിന്റെ വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞിരിക്കുവോ രാത്രി. ചെയ്യാനാ? അമ്മമാരൊരു പ്രീത ബംഗ്ലാവിൽ പോയി ഒരു ദിവസം രാത്രി നിൽക്കാൻ പറയാം അമ്മമാര്. നിനക്ക് എന്തോ വേണ്ട? ഡാ പോസ്റ്റർ, മറ്റേ കറക്കുന്ന തുണി. അത് മുലയ്ക്ക് കിട്ടുക ടൗണില്? നോക്കട്ടെ. ബോയ്സ് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ കമന്റിനകത്ത്. ഞാൻ മറന്നുപോയാ. ഞാനവന് മേടിച്ചു കൊടുത്തിട്ട് മുംബൈ പോകാൻ നോക്കാം. നിങ്ങൾ കമന്റ് ഓർപ്പിച്ചോണ്ടിരുന്നാ, ഞാൻ മിക്കപ്പോഴും മറന്നു. വരാം. നിന്നെ ഡാ പോസ്റ്റർ കൊണ്ട് വരാല്ലേ. ഒടുക്കത്തെ എക്സൈറ്റ്മെന്റ് ആണ്, ചവിട്ടാൻ പോലും പറ്റുന്നില്ലെന്ന് തോന്നുന്നു. അവിടെ ഇരിക്കാൻ സ്ഥലമില്ലേ? ടയറിന്റെ പൊക്കത്ത് ഇരുന്ന് എന്തായിരിക്കും ഗതി?